കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. പോലീസ് ലാത്തി വീശിയതോടെ പരസ്പരം ഏറ്റുമുട്ടിയവർ പിന്നീട് സംഘം ചേർന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിൽ 50 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സാധാരണ ഈ സ്കൂളിനുള്ളിൽ കലോത്സവത്തിനിടെ ചെറിയ കുട്ടികൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കവും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്, ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ തെരുവിലേക്ക് വരെ നീളുന്നു സംഘർഷം. എന്താണ് സംഭവിച്ചത് ബൈജു? അതെ ടോമേ, നമ്മുടെ കലാലയങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത, പ്രത്യേകിച്ച് അത് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും വല്ലാത്ത ആശങ്കപ്പെടുത്തുന്നതാണ്, അതോടൊപ്പം ഭയപ്പെടുത്തുന്നതാണ്. അത്തരത്തിലാണ് മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈ ഒരു കൂട്ടത്തല്ല്. ഇത് ടോം പറഞ്ഞതുപോലെ തന്നെ ഈ കലോത്സവത്തിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂട്ടമായി വലിയ തോതിൽ അത് തെരുവിലേക്ക് ഇറങ്ങി അത് വലിയ തോതിലുള്ള അക്രമമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതായത് ഈ കലോത്സവത്തിന്റെ ഏറ്റവും സമാപന ദിവസമാണ് ഇത്തരത്തിലൊരു കൂട്ടത്തല്ലുണ്ടായത്. ഈ സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ വലിയ തർക്കമാവുകയും പിന്നീട് അത് തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടൊപ്പം സമീപ പ്രദേശങ്ങളിലെ സ്കൂളിലെ കുട്ടികളും അതോടൊപ്പം ചില യുവാക്കളും ചേർന്നതോടുകൂടിയാണ് വലിയ സംഘർഷമുണ്ടായത്. ഏതായാലും ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കലോത്സവത്തിന്റെ അവസാന നാളുകളിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള അക്രമം അല്ലെങ്കിൽ കൂട്ടയടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോലീസിൽ ഈ വിവരം അറിയിച്ചിരുന്നു, ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കണമെന്ന കാര്യത്തിൽ. അങ്ങനെയാണ് പോലീസ് അവിടെ സാന്നിധ്യം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ടു. ഈ കുട്ടികളെ തമ്മിൽ തല്ലുന്ന കുട്ടികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് വരെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അങ്ങനെയാണ് ഈ റോഡിലേക്ക് ഇറങ്ങിയ ഈ കുട്ടികളെ ലാത്തിച്ചാർജിലൂടെയാണ് പോലീസ് പിരിച്ചുവിടുന്നത്. എന്തായാലും ഈ ലാത്തിച്ചാർജിൽ കുറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. 50ഓളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് 50ഓളം പേർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കുമ്പള മൊഗ്രാൽ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഈ റോഡിലേക്ക് ഇറങ്ങിയുള്ള ഈ കുട്ടികളുടെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ടോം, എത്രത്തോളം കുട്ടികളാണ് ആ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടതെന്ന്. വളരെ നിസ്സാരമായ ഒരു പ്രശ്നം പുറമേ നിന്നുള്ള കുട്ടികൾ എത്തിയിരുന്നു, മുതിർന്ന ആളുകൾ, ചില യുവാക്കൾ അവിടെ എത്തിയിരുന്നു. ബോധപൂർവം അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ചതാണോ? പോലീസ് ഇപ്പോൾ എത്ര പേർക്കെതിരെയാണ് നടപടിയെടുത്തത്? ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. പോലീസ് ഇത്തരം കാര്യങ്ങളുമായി അന്വേഷണവുമായി മുന്നോട്ട് പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഘർഷം ആദ്യം ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നാണ്. ഈ കലോത്സവത്തിന് അവസാന ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന ദിവസം ഇത്തരത്തിലൊരു ചെറിയ പ്രശ്നം, വളരെ നിസ്സാരമായ ഒരു പ്രശ്നം, അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കാവും. പിന്നീട് അത് റോഡിലേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് മറ്റു സ്കൂളുകളിലെ കുട്ടികളും ഈ സംഘർഷത്തിന് ഭാഗമാവുന്നത്. അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏതാനും യുവാക്കളും ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടു. അതോടുകൂടി വലിയ തോതിലുള്ള ഒരു കൂട്ടത്തല്ല് തന്നെ അവിടെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതാണ് പോലീസിനെ ഇവരെ പിരിച്ചുവിടാൻ ഇത്തരത്തിൽ ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതോടൊപ്പം ഇതിൽ ചില പരാതികളും ഉയർത്തിയിട്ടുണ്ട്. അതായത് നിരപരാധികളായ ആളുകൾക്ക് നേരെയും പോലീസിന്റെ ലാത്തിയടി കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആക്ഷേപം കൂടി ഉയർന്നിട്ടുണ്ട്. അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ PTA കമ്മിറ്റിയും ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത മുൻനിർത്തി ഇവിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അവിടെ സ്ഥലത്തുണ്ടായതുകൊണ്ട് തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതെ അത് പോലീസിനെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ലാത്തിച്ചാർജിലൂടെ ഇവരെ പിരിച്ചുവിടാൻ സാധിച്ചു എന്നതാണ് ഇതിൽ ആശ്വാസം. എന്നാലും ഈ സ്കൂളുകളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഇനിയും കലോത്സവത്തിന്റെ ഒരു സമയമാണ് ഇനി ഓരോ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വലിയ ജാഗ്രത പുറത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ വിവരമില്ല. പോലീസ് സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ പേർക്കെതിരെ കേസ് എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ 50 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്.
യെസ്, വ്യക്തമാണ്. കാസർഗോഡ് മൊഗ്രാൽ സർക്കാർ സ്കൂളിലാണ് കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്.